ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വി ഫോർ മല്ലു. നമ്മൾ ഇന്നൊരു ഡയമണ്ട് കട്ട്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് ശകലം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉപ്പ് മാവിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പിൽ വെള്ളമെടുത്ത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തിക്ക് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന അതേ ഒരു പാകത്തിന് തന്നെയാണ് നമ്മളിവിടെയും മാവ് കുഴച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് ഒരു ചെറിയ ഉരുളയാക്കി മാറ്റി അതിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അത് മാവിൻ്റെ എല്ലാ വശങ്ങളിലേക്കും നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളായി കയ്യിൽ ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഇതെല്ലാം നമുക്ക് ഒരു ചപ്പാത്തി കല്ലിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഒരു 2 കപ്പ് മൈദ എടുത്തപ്പോൾ എനിക്ക് ഇത്രയും ഉരുളകളാണ് കിട്ടിയത്. അടുത്തതായിട്ട് ഒരു ചപ്പാത്തി പലകയിൽ നമുക്ക് മൈദ മാവ് സ്പ്രെഡ് ചെയ്ത് ഓരോ ഉരുളകളായിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്ത കഷ്ണങ്ങളെല്ലാം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് എടുത്തു വയ്ക്കാം. അതിൽ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേർതിരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം ഒരു ഇരുമ്പ് ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് എണ്ണ എടുത്താക്കുന്നത്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്താക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വച്ചേക്കുന്ന കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് കഷ്ണങ്ങൾ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാൻ വളരെ ഈസി ആയിരിക്കും. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കാനുള്ള ഈസി ആയിരിക്കും. അപ്പോൾ ഓരോ വശങ്ങളായിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് കണ്ടല്ലോ, ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒന്ന് കുക്കായിട്ടുണ്ട് 2 സൈഡും. നമുക്കിതൊന്ന് വാർത്തെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ ഓരോ പ്രാവശ്യവും കുറേശ്ശെ പീസസ് ഇട്ടാണ് നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, ഷുഗർ ഫ്രീ ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഷുഗർ ഫ്രീ ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം. ഒരു 2 കപ്പ് മാവ് വെച്ച് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഇത്രയും ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നതിനനുസരിച്ച് നമുക്ക് മാവ് കൂടുതലെടുക്കാം. അപ്പോൾ ഇത്രയാണ് കിട്ടിയേക്കുന്നത്. കുറച്ച് കൂടുതലുണ്ടായിരുന്നു, ഇതിലും കുറച്ച് കൂടുതൽ. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസ് അത് ടേസ്റ്റ് ചെയ്താണ് ഈ ഒരു പരുവത്തിലാക്കിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. കുറച്ച് സമയം വേണ്ട ഒരു പ്രോസസ്സാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.